ചേലക്കരയിൽ ഇരുനില കെട്ടിടം തകർന്നു വീണു. ഹോട്ടലുകളും കടകളും പ്രവർത്തിച്ചിരുന്ന കെട്ടിടമാണ് തകർന്നു വീണത്. കാട്ടൂർ മിനി ഇൻഡസ്ട്രിയലിലെ മാലിന്യ പ്രശ്നം മന്ത്രി ബിന്ദുവിന്റെ നിർദ്ദേശത്തെ തുടർന്ന് ഉദ്യോഗസ്ഥ സംഘം സ്ഥലം സന്ദർശിച്ചു. കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ 4 പോലീസുകാർക്കെതിരെ കേസെടുത്ത് കുന്നംകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി. യൂത്ത് കോൺഗ്രസ് ചെവന്നൂർ മണ്ഡലം പ്രസിഡന്റ് VS സുജിത്തിനെ അകാരണമായി മർദ്ദിച്ചെന്ന പരാതിയിലാണ് കേസെടുത്തത്. കുടുംബശ്രീയും കേരള വിഷനും സംയുക്തമായി നൽകുന്ന കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ് അവാർഡ് വിതരണ ചടങ്ങ് ശനിയാഴ്ച തൃശൂരിൽ നടക്കും. കുടുംബശ്രീ യൂണിറ്റുകളിൽ നിന്ന് തെരഞ്ഞെടുത്ത മികച്ച 10 മൈക്രോ യൂണിറ്റ് സംരംഭങ്ങൾക്കാണ് പുരസ്കാരം. CBI ജില്ലാ സമ്മേളനത്തിന് ഇരിങ്ങാലക്കുടയിൽ തുടക്കമായി. പൊതുസമ്മേളനം മന്ത്രി K. രാജൻ ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂരിൽ ഹോട്ടൽ ആക്രമിച്ച കേസിൽ 5 പേരെ ടെമ്പിൾ പോലീസ് അറസ്റ്റ് ചെയ്തു. ഹോട്ടൽ അടിച്ചു തകർത്ത സംഭവത്തിൽ പ്രതിഷേധമേറുന്നു. നമസ്കാരം. വിശദാംശങ്ങളിലേക്ക്. ചേലക്കരയിൽ ഇരുനില കെട്ടിടം തകർന്നു വീണു. ആളപായമില്ല. മിനി സിവിൽ സ്റ്റേഷന് മുൻവശത്ത് പ്രവർത്തിക്കുന്ന ബാലാജിയിൽ 5 ഹൌസിന്റെ പിൻഭാഗമാണ് തകർന്നു വീണത്. ഹോട്ടലടക്കം നിരവധി കടകൾ പ്രവർത്തിക്കുന്ന കെട്ടിടമാണ് ഇടിഞ്ഞു വീണത്. 2 കെട്ടിടങ്ങളുടെയും പിൻഭാഗം പൂർണ്ണമായും നിലംപതിച്ചു. അപകട സമയത്ത് കടകൾ പ്രവർത്തിച്ചിരുന്നുവെങ്കിലും ആർക്കും പരിക്കില്ല. പഴകിയ കെട്ടിടത്തിന്റെ ഒരു വശം തകർന്നു വീഴുകയായിരുന്നു. കാട്ടൂർ മിനി ഇൻഡസ്ട്രിയിലും പരിസര പ്രദേശങ്ങളും ഉദ്യോഗസ്ഥ സംഘം സന്ദർശിച്ചു. മന്ത്രി R. ബിന്ദു വിളിച്ചു ചേർത്ത യോഗത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു സന്ദർശനം. കമ്പനികളിലെ രാസമാലിന്യങ്ങൾ മൂലം പ്രദേശത്തെ ശുദ്ധജല സ്രോതസ്സുകൾ മലിനമാകുന്നുവെന്ന് വ്യാപക പരാതിയുയർന്നിരുന്നു. രാസമാലിന്യം തള്ളുന്ന കമ്പനികൾ അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികൾ അനിശ്ചിതകാല റിലേ നിരാഹാര സമരം നടത്തിവരുന്നുണ്ട്. സംഭവത്തിൽ അടിയന്തരമായി ഇടപെടണമെന്നും മാലിന്യത്തിന്റെ യഥാർത്ഥ ഉറവിടം കണ്ടെത്തണമെന്നും ആവശ്യപ്പെട്ട് കാട്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TV. ലത മന്ത്രി R. ബിന്ദുവിന് പരാതി നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം മന്ത്രി വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി യോഗം വിളിച്ചിരുന്നു. തുടർന്നാണ് മണ്ണ് പരിശോധനയ്ക്കായി ചുമതലപ്പെടുത്തിയ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ്, വ്യവസായ വകുപ്പ്, മലിനീകരണ നിയന്ത്രണ ബോർഡ്, സിഡ്കോ, ആരോഗ്യവകുപ്പ് എന്നിവിടങ്ങളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചത്. പ്രദേശവാസികളിൽ നിന്ന് ഉദ്യോഗസ്ഥർ വിവരങ്ങൾ ശേഖരിച്ചു. മണ്ണ് പരിശോധിക്കാനായി അടുത്ത ദിവസം സാമ്പിളുകൾ ശേഖരിക്കുമെന്നും ഇവർ അറിയിച്ചു. TCV ന്യൂസ്, ഇരിങ്ങാലക്കുട. യൂത്ത് കോൺഗ്രസ് ചെവന്നൂർ മണ്ഡലം പ്രസിഡന്റ് VS സുജിത്തിനെ അകാരണമായി മർദ്ദിച്ച് പരിക്കേൽപ്പിച്ച കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ 4 പോലീസുകാർക്കെതിരെ കേസെടുത്ത് കുന്നംകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി. 2023 ഏപ്രിലാണ് കേസിനാസ്പദമായ സംഭവം. ചെവന്നൂരിൽ വഴിയരികിൽ നിന്നിരുന്ന സുഹൃത്തുക്കളെ പോലീസ് ഭീഷണിപ്പെടുത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ട സുജിത്ത് കാര്യം തിരക്കിയതിനെ തുടർന്നാണ് സ്റ്റേഷനിലെത്തിച്ച് മർദ്ദിച്ചത്. ഈ കേസിലാണ് കുന്നംകുളം സ്റ്റേഷനിലെ SI ആയിരുന്ന നുഹ്മാൻ, CPOമാരായ ശശീന്ദ്രൻ, സന്ദീപ്, സജീവൻ എന്നിവർക്കെതിരെ കുന്നംകുളം കോടതി കേസെടുത്തത്. മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കും മനുഷ്യാവകാശ കമ്മീഷനും സുജിത്ത് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസുകാർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുന്നതിന് കുന്നംകുളം 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് L. ജയന്ത് ഉത്തരവിട്ടത്. കുടുംബശ്രീയും കേരള വിഷനും സംയുക്തമായി നൽകുന്ന കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ് അവാർഡ് വിതരണ ചടങ്ങ് ശനിയാഴ്ച പുഴയ്ക്കൽ വെഡ്ഡിംഗ് വില്ലേജിൽ നടക്കും. ശനിയാഴ്ച വൈകിട്ട് 4:40 ആരംഭിക്കുന്ന ചടങ്ങ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി R. ബിന്ദു ഉദ്ഘാടനം ചെയ്യും. മേയർ MK വർഗീസ് അധ്യക്ഷത വഹിക്കും. മന്ത്രി K. രാജൻ, MLAമാരായ P. ബാലചന്ദ്രൻ, സേവ്യർ ചിറ്റിലപ്പള്ളി, KK രാമചന്ദ്രൻ, സനീഷ് കുമാർ ജോസഫ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് എന്നിവർ ജേതാക്കൾക്കുള്ള പുരസ്കാരം നൽകും. ചടങ്ങിൽ കുടുംബശ്രീ മിഷൻ ജില്ലാ കോർഡിനേറ്റർ സലീലും കലാസാഹിത്യ, സിനിമ, വാണിജ്യ, കായിക രംഗത്ത് പ്രമുഖരും പങ്കെടുക്കും. ഇതോടൊപ്പം കേരള വിഷൻ വരിക്കാർക്കായി തൃശൂർ കേരള വിഷൻ ഒരുക്കിയ കേരള വിഷൻ സമ്മാനോത്സവ് 2025 വിജയികൾക്കുള്ള സമ്മാനങ്ങളും വിതരണം ചെയ്യും. കേരളത്തിലെ മികച്ച കുടുംബശ്രീ സൂക്ഷ്മ സംരംഭക യൂണിറ്റുകൾക്ക് നൽകുന്ന ജില്ലാതല പുരസ്കാരങ്ങളുടെ തൃശൂർ ജില്ലയിലെ വിതരണ ഉദ്ഘാടനമാണ് ശനിയാഴ്ച നടക്കുക. കുടുംബശ്രീ യൂണിറ്റുകളിൽ നിന്ന് ജൂറി തെരഞ്ഞെടുത്ത ഏറ്റവും മികച്ച 10 മൈക്രോ യൂണിറ്റ് സംരംഭങ്ങൾക്കാണ് ചടങ്ങിൽ പുരസ്കാരം നൽകുന്നത്. പുരസ്കാര വിതരണത്തിനു ശേഷം കുടുംബശ്രീ മിഷന്റെ പങ്കാളിത്തത്തോടെ സിനിമ, ടെലിവിഷൻ രംഗത്തെ പ്രശസ്തർ ഉൾപ്പെടെയുള്ളവരുടെ വർണ്ണാഭമായ കലാസന്ധിയും അരങ്ങേറും. കേരളത്തിലെ മികച്ച കുടുംബശ്രീ സൂക്ഷ്മ സംരംഭക യൂണിറ്റുകളെ കണ്ടെത്തി ആദരിക്കുന്നതിന് കേരള വിഷൻ 14 ജില്ലകളിലും ക്യാമ്പയിനുകൾ സംഘടിപ്പിച്ചിരുന്നു. എല്ലാ ജില്ലയിൽ നിന്നും 10 മേഖലകളിൽ മികവ് തെളിയിച്ച മൈക്രോ യൂണിറ്റുകളെ കണ്ടെത്തുകയും അവർക്ക് പാരിതോഷികങ്ങൾ നൽകി ആദരിക്കുന്നതിന് അവാർഡ് നിശ സംഘടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിനായി പ്രത്യേക ജൂറിയെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ജില്ലാതല പുരസ്കാര വിതരണ ചടങ്ങുകൾക്ക് ശേഷം ഏഷ്യാനെറ്റ് ന്യൂസിന്റെ പങ്കാളിത്തത്തോടെ ഈ വർഷം അവസാനം ഗ്രാൻഡ് ഫിനാലെയും സംഘടിപ്പിക്കും.
വാർത്താസമ്മേളനത്തിൽ COA ജില്ലാ പ്രസിഡന്റ് TD സുഭാഷ്, ജില്ലാ സെക്രട്ടറി P ആന്റണി, സംസ്ഥാന കമ്മിറ്റി അംഗം CA ബൈജു, കേരള വിഷൻ ന്യൂസ് ഡയറക്ടർ AG സുബ്രഹ്മണ്യൻ എന്നിവർ പങ്കെടുത്തു. TCV ന്യൂസ്, തൃശൂർ. CPI തൃശൂർ ജില്ലാ സമ്മേളനത്തിന് ഇരിങ്ങാലക്കുടയിൽ തുടക്കമായി. 13 വരെ ടൗൺഹാളിലാണ് ജില്ലാ സമ്മേളനം നടക്കുന്നത്. സമ്മേളനത്തിന്റെ ഭാഗമായി വോളണ്ടിയർ മാർച്ചും പ്രകടനവും നടന്നു. കുട്ടൻകുളം പരിസരത്തു നിന്നും ആരംഭിച്ച മാർച്ചിലും പ്രകടനത്തിലും നൂറുകണക്കിന് പാർട്ടി പ്രവർത്തകർ പങ്കെടുത്തു. അയ്യങ്കാവ് മൈതാനത്ത് നടന്ന ചടങ്ങിൽ മുതിർന്ന CPI നേതാവ് K ശ്രീകുമാർ പതാക ഉയർത്തി. തുടർന്ന് നടന്ന പൊതുസമ്മേളനം മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്തു. പ്രതിനിധി സമ്മേളനം വെള്ളിയാഴ്ച CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉദ്ഘാടനം ചെയ്യും. പഞ്ചാബിന്റെയും ഹരിയാനയുടെയും തലസ്ഥാനമായിട്ടുള്ള ചണ്ഡീഗറിൽ ചേരുന്ന പാർട്ടിയുടെ 25ാമത് പാർട്ടി കോൺഗ്രസ് വർത്തമാനകാല ഇന്ത്യൻ ഇടതുപക്ഷത്തെ മാത്രമല്ല മതനിരപേക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ പുരോഗമന ചിന്താഗതിക്കാരെ ഗുരുവായൂരിൽ ഹോട്ടൽ ആക്രമിച്ച കേസിൽ 5 പേരെ ടെമ്പിൾ പോലീസ് അറസ്റ്റ് ചെയ്തു. പാലുവായി സ്വദേശി വടാശ്ശേരി വീട്ടിൽ ലുട്ടു എന്ന് വിളിക്കുന്ന അനീഷ്, തിരുവങ്കടം പനങ്ങോടത്ത് പ്രസാദ്, ഇരിങ്ങപ്പുറം കുളങ്ങര സുരേഷ് ബാബു, മാവിൻചുവട് പുതുവീട്ടിൽ മുഹമ്മദ് നിസാർ, കാരക്കാട് കക്കാട്ട് രഘു എന്നിവരെയാണ് ടെമ്പിൾ SHO G അജയകുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് അറസ്റ്റ് ചെയ്തത്. പടിഞ്ഞാറ നടയിലെ സൗപർണിക ഹോട്ടലിന് നേരെയാണ് ബുധനാഴ്ച ആക്രമണം നടന്നത്. ദേശീയ പണിമുടക്കിന് തുറന്ന് പ്രവർത്തിച്ച ഹോട്ടലിന് മുന്നിലെ ചില്ലുവാതിലും ക്യാഷ് കൌണ്ടറും അക്രമി സംഘം അടിച്ചു തകർക്കുകയായിരുന്നു. അറസ്റ്റിലായ 5 പേരും വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ ഭാരവാഹികളാണെന്ന് പോലീസ് പറഞ്ഞു. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി. SI പ്രീത ബാബു, ASIമാരായ PA അഭിലാഷ്, K സാജൻ, AS വിനയൻ, CPOമാരായ VR ശ്രീനാഥ്, ഗഗേഷ്, CPOമാരായ S റമീസ്, TK ജോയ്, MR ഷിബു, SJ അനൂപ് എന്നിവരും പ്രതികളെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. ആമ്പല്ലൂരിൽ ബാറിൽ വെച്ച് ഓട്ടോറിക്ഷ പുറകിലേക്ക് എടുക്കുന്നത് കണ്ട് ചിരിച്ചതിലുള്ള ദേഷ്യത്തിൽ യുവാക്കളെ ആക്രമിച്ച് 2 പേരെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളായ കല്ലൂർ കോട്ടായി സ്വദേശി ചിങ്ങിനിക്കാടൻ വീട്ടിൽ ഡെന്നീസ്, കല്ലൂർ പാലയ്ക്കപ്പറമ്പ് സ്വദേശി കോന്നത്ത് പറമ്പിൽ വീട്ടിൽ രജീഷ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. ആമ്പല്ലൂർ വട്ടനാത്ര സ്വദേശി കിഴക്കൂട്ട് വീട്ടിൽ അഭിരാം, കല്ലൂർ സ്വദേശി മണപ്പെട്ടി വീട്ടിൽ നിധിൻ എന്നിവർക്കാണ് ആക്രമണത്തിൽ പരിക്കേറ്റത്. പ്രതികളെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. പുതുക്കാട് ഇൻസ്പെക്ടർ മഹേന്ദ്ര സിംഹൻ, SI N പ്രദീപ്, സീനിയർ CPOമാരായ ഷമീർ, ഫൈസൽ, CPO കിഷോർ എന്നിവർ പ്രതികളെ അറസ്റ്റ് ചെയ്ത സംഘത്തിലുണ്ടായിരുന്നു. പൊള്ളാച്ചിയിൽ കാർ കൊക്കയിലേക്ക് മറിഞ്ഞ് ഗുരുവായൂർ GUP സ്കൂളിലെ 2ാം ക്ലാസ് വിദ്യാർത്ഥിനി മരിച്ചു. മാവിൻചുവട് താമസിക്കുന്ന കാസർഗോഡ് സ്വദേശി സാബിറിന്റെ മകൾ സിയ ഫാത്തിമയാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസമായിരുന്നു അപകടം. ഡ്രൈവർ ഉറങ്ങിപ്പോയതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട കാർ കൊക്കയിലേക്ക് മറിയുകയായിരുന്നുവെന്ന് യാത്രക്കാർ പറഞ്ഞു. അപകടത്തിൽ കാറിലുണ്ടായിരുന്ന 5 പേർക്ക് പരിക്കേറ്റു. സാബിർ, ഭാര്യ ബുഷറ, മകൻ മുഹമ്മദ് സയാൻ, സഹോദരൻ കബീർ, ബന്ധു ഷഹനാസ് എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മാവിൻചുവടുള്ള ബേക്കറിയിലാണ് 2 വർഷമായി സാബിർ ജോലി ചെയ്യുന്നത്. വിദ്യാർത്ഥിയുടെ മരണത്തെ തുടർന്ന് സ്കൂളിന് അവധി നൽകി. ഗുരുവായൂർ റെയിൽവേ മേൽപ്പാലം ഉപരോധിച്ച 5 BJP പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. മണ്ഡലം പ്രസിഡന്റ് അനിൽ മഞ്ചറമ്പത്ത്, വൈസ് പ്രസിഡന്റ് മനീഷ് കുളങ്ങര, പൂക്കോട് ഏരിയ ജനറൽ സെക്രട്ടറി നിതിൻ മരക്കാത്ത്, പ്രസന്നൻ വലിയ പറമ്പിൽ, കാളിദാസൻ ഗുരുവായൂർ എന്നിവരെയാണ് ടെമ്പിൾ SI പ്രീത ബാബുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. അശാസ്ത്രീയമായ നിർമ്മാണത്തെ തുടർന്ന് മേൽപ്പാലത്തിൽ വിള്ളൽ വീണുവെന്നും നിർമ്മാണത്തിൽ അഴിമതിയുണ്ടെന്നും ആരോപിച്ചായിരുന്നു ഉപരോധം. നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് C നിവേദിത ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തു. മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് പ്രദീപ് പണിക്കശ്ശേരി അധ്യക്ഷത വഹിച്ചു. അറസ്റ്റിലായവർക്ക് പിന്നീട് ജാമ്യം നൽകിയെങ്കിലും ഇവർ സ്റ്റേഷനിൽ കുത്തിയിരിപ്പ് സമരം നടത്തുകയായിരുന്നു. ജാമ്യം നൽകിയെങ്കിലും ഇവരുടെ മൊബൈൽ ഫോണുകൾ സ്റ്റേഷനിൽ പിടിച്ചുവെച്ചതിൽ പ്രതിഷേധിച്ചാണ് കുത്തിയിരിപ്പ് സമരം നടത്തിയത്. വിവരമറിഞ്ഞ് BJP പ്രവർത്തകർ ടെമ്പിൾ സ്റ്റേഷന് മുൻപിൽ തടിച്ചുകൂടി. അരമണിക്കൂർ നീണ്ടുനിന്ന കുത്തിയിരിപ്പ് സമരത്തിനൊടുവിൽ ഫോണുകൾ തിരികെ ലഭിച്ചതോടെ പ്രവർത്തകർ പിരിഞ്ഞുപോയി. ഇടവേള. തൃശൂരിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ലിയോസിൽ വെറും 2.5% മാത്രം നൽകി ഗോൾഡ് റേറ്റ് ലോക്ക് ചെയ്യാൻ സുവർണാവസരം. ഓരോ തരി പൊന്നും ഹോൾസെയിൽ വിലയിൽ. ഉടൻ ബുക്ക് ചെയ്യൂ. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. ചിലതൊന്നും ചിലർക്കങ്ങോട്ട് ദഹിക്കത്തില്ല. ഇത് ഉപയോഗിച്ചാൽ മതി. ഹരിതാറ്റോ ദഹനത്തിനും ആരോഗ്യത്തിനും ബെസ്റ്റാ.
തൃശൂരിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ലിയോസിൽ വെറും 2.5% മാത്രം നൽകി ഗോൾഡ് റേറ്റ് ലോക്ക് ചെയ്യാൻ സുവർണാവസരം. ഓരോ തരി പൊന്നും ഹോൾസെയിൽ വിലയിൽ. ഉടൻ ബുക്ക് ചെയ്യൂ. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. തിരികെ വാർത്തകളിലേക്ക്. ദേശീയപാത 3 പിടിയിൽ കാറും ലോറിയും കൂട്ടിയിടിച്ച് കാർ യാത്രക്കാരായി 2 പേർക്ക് പരിക്ക്. ഡ്രൈവർ ചാവക്കാട് അകലാട് സ്വദേശി വെണ്ടാട്ടിൽ റഫീഖ്, മണത്തല സ്വദേശി റജബ് മൻസുലിൽ ഫർഹാൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ 3 പിടികയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നും ചാവക്കാട്ടേക്ക് പോയിരുന്ന കാറും സവാള കയറ്റി എറണാകുളം ഭാഗത്തേക്ക് പോയിരുന്ന ചരക്ക് ലോറിയുമാണ് അപകടത്തിൽപ്പെട്ടത്. കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. സമ്പാളൂർ പാലത്തിൽ നിന്ന് പുഴയിലേക്ക് ചാടി ആളുടെ മൃതദേഹം കണ്ടെത്തി. പുത്തഞ്ചിറ പണിക്കശ്ശേരി വീട്ടിൽ 53 വയസ്സുള്ള സുഗതനാണ് മരിച്ചത്. സാമ്പത്തിക ബാധ്യതയാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്ന് പ്രാഥമിക നിഗമനത്തിലാണ് പോലീസ്. ചാലക്കുടിയിൽ സ്വകാര്യ സ്ഥാപനത്തിലെ ജോലി ഇല്ലാതായത് മാനസികമായി അലട്ടിയിരുന്നുവെന്നും സൂചനയുണ്ട്. മികച്ച കലാകാരനായ ഇയാൾ വിവിധ വിദ്യാലയങ്ങളിൽ ക്ലാസ് എടുക്കാറുണ്ടായിരുന്നു. ചൊവ്വാഴ്ച രാവിലെ ബൈക്കിലെത്തിയാണ് സമ്പാളൂർ പാലത്തിൽ നിന്ന് ചാടിയത്. ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ചേലക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ചേലക്കര താലൂക്ക് ആശുപത്രിയിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസുകാരന് പരിക്കേറ്റു. റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്തു നീക്കാൻ ശ്രമിച്ചതാണ് സംഘർഷത്തിനിടയാക്കിയത്. പ്രവർത്തകരും പോലീസും തമ്മിൽ നടന്ന ബലപ്രയോഗത്തിനിടെയാണ് ചേലക്കര സ്റ്റേഷനിലെ CPO ഗിരീഷ് കുമാറിന് പരിക്കേറ്റത്. മാർച്ച് മുതിർന്ന കോൺഗ്രസ് നേതാവ് KV ദാസൻ ഉദ്ഘാടനം ചെയ്തു. ചേലക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് T ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ആരോഗ്യമേഖലയിൽ തികഞ്ഞ അനാസ്ഥ തുടരുമ്പോഴും കേരളത്തിലെ ആരോഗ്യരംഗം ലോക മാതൃകയാണെന്ന് പാടി നടക്കുകയാണ് ഇടതുപക്ഷ സർക്കാരെന്ന് KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം പറഞ്ഞു. ആരോഗ്യമേഖലയോടുള്ള സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ ഗുരുവായൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചാവക്കാട് താലൂക്ക് ആശുപത്രിയിലേക്ക് നടത്തിയ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അരവിന്ദൻ പല്ലത്ത്, നേതാക്കളായ KV സത്താർ, KP ഉദയൻ, PV ബദറുദ്ദീൻ, KR മണികണ്ഠൻ, ഇർഷാദ് ചേറ്റുവ, ബീന രവിശങ്കർ തുടങ്ങിയവർ സംസാരിച്ചു. അഭിസംബോധന ചെയ്യാനും അതിന്റെ പരിഹാരങ്ങൾ രാഷ്ട്രീയമായി വിയോജിപ്പുള്ള ആളുകൾ മാത്രമാണോ ഇവരുടെ തന്നെ? ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ട് നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വലപ്പാട് ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് മാർച്ചും ധർണയും നടത്തി. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PI ഷൌക്കത്ത് അലി അധ്യക്ഷത വഹിച്ചു. KPCC സെക്രട്ടറി ജോൺ ഡാനിയൽ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സെക്രട്ടറിമാരായ CM നൌഷാദ്, K ദിലീപ് കുമാർ, നൌഷാദ് ആറ്റുപറമ്പത്ത്, BR വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു. യുവാവിനെ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തി. അകമല ഭവൻസ് സ്കൂളിന് സമീപം റെയിൽവേ ട്രാക്കിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ഒഡീഷ സ്വദേശിയായ 23 വയസ്സുള്ള ജഗന്നാഥ് ബെഹ്റയാണ് മരിച്ചത്. വടക്കാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. പുതുക്കാട് താലൂക്ക് ആശുപത്രിയിലെ ഐസൊലേഷൻ വാർഡിന്റെ സീലിംഗ് തകർന്ന സംഭവത്തിൽ അന്വേഷണം നടത്താൻ സർക്കാരിനോട് ആവശ്യപ്പെടുമെന്ന് കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ. ഇതുമായി ബന്ധപ്പെട്ട് ബ്ലോക്ക് പഞ്ചായത്ത് യോഗത്തിൽ തീരുമാനമായതായും അദ്ദേഹം പറഞ്ഞു. സീലിംഗ് തകർന്നതിലുണ്ടായ നഷ്ടം കരാർ കമ്പനിയിൽ നിന്ന് ഈടാക്കുവാനും തീരുമാനമായി. ചെറിയ പോരായ്മകൾ വലുതാക്കി ജില്ലയിലെ തന്നെ മികച്ച താലൂക്ക് ആശുപത്രിയെ മോശമായി ചിത്രീകരിക്കുവാനും സ്വകാര്യ ആശുപത്രികൾക്ക് നേട്ടമുണ്ടാക്കുവാനുമാണ് ചിലർ ശ്രമിക്കുന്നതെന്നും KM ചന്ദ്രൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മേലൂർ ശാന്തിപുരത്ത് കിണർ ഇടിഞ്ഞു താഴ്ന്നു. ശാന്തിപുരം പള്ളിയുടെ സമീപം നെറ്റിക്കാടൻ ജോസ്മോന്റെ വീട്ടിലെ കിണറാണ് ആൾമറയടക്കം ഇടിഞ്ഞത്. മേലൂർ വില്ലേജ് ഓഫീസർ MN സിന്ധു സ്ഥലം സന്ദർശിച്ചു. 58ഓളം ക്രിമിനൽ കേസിലെ പ്രതിയായ കായ്ക്കുരു രാഗേഷിനെ അന്തിക്കാട് പോലീസ് കാപ്പ ചുമത്തി ജയിലിലടച്ചു. പെരിങ്ങോട്ടുകര സ്വദേശിയും നിരവധി ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടയാളും അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ റൌഡി ലിസ്റ്റിൽ ഉൾപ്പെട്ടയാളുമായ കായ്ക്കുരു രാഗേഷിനെ 2 വർഷം മുൻപ് 6 മാസക്കാലത്തേക്ക് കാപ്പ ചുമത്തി ജയിലിലാക്കിയിരുന്നു. ജയിലിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം വീണ്ടും വധശ്രമ കേസിൽ ഉൾപ്പെട്ടതിനെ തുടർന്നാണ് ഇയാൾക്കെതിരെ വീണ്ടും കാപ്പ ചുമത്തി ജയിലിലാക്കിയത്. കടപ്പുറം പഞ്ചായത്തിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കടപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് സാലിഹ് ഷൌക്കത്തിന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾ ഗുരുവായൂർ വാട്ടർ അതോറിറ്റി ഓഫീസിന് മുൻപിൽ ഉപരോധ സമരം സംഘടിപ്പിച്ചു. 10 ദിവസമായിട്ടും PWD റോഡിൽ പ്രധാന പൈപ്പ് ലൈൻ പൊട്ടിയിട്ടും യഥാസമയം പരാതി അറിയിച്ചിട്ടും ഇടപെടാത്തതാണ് കുടിവെള്ളം ലഭ്യമാകാതിരിക്കാൻ കാരണം.
പഞ്ചായത്തിന്റെ വിവിധ വാർഡുകളിൽ കുടിവെള്ള വിതരണം ചെയ്യുന്ന കച്ചേരി ടാങ്ക്, അഞ്ചങ്ങാടി ടാങ്ക് എന്നിവയിൽ നിന്നും വിതരണം ചെയ്യുന്ന പ്രധാന പൈപ്പാണ് പൊട്ടിയിട്ടുള്ളത്. സ്ഥിരസമിതി അധ്യക്ഷരായ ഹസീന താജുദ്ദീൻ, വി പി മൻസൂർ അലി, ശുഭ ജയൻ, അംഗങ്ങളായ TR ഇബ്രാഹിം, AV അബ്ദുൽ ഗഫൂർ തുടങ്ങിയവർ ഉപരോധ സമരത്തിൽ പങ്കെടുത്തു. മുല്ലശ്ശേരി കനാലിന്റെ ആഴം കൂട്ടൽ തുടങ്ങി. ഒരിടവേളയ്ക്ക് ശേഷമാണ് കനാലിന്റെ ആഴം കൂട്ടുന്നത്. കഴിഞ്ഞ വേനലിലെ കൃഷി സീസണിൽ തുടങ്ങിയ ആഴം കൂട്ടൽ വെള്ളം കലങ്ങുന്നതുമൂലം കർഷകരുടെയും കുടിവെള്ള പദ്ധതി നടത്തിപ്പുകാരുടെയും പ്രതിഷേധത്തെ തുടർന്ന് നിർത്തിവച്ചിരുന്നു. ഇപ്പോഴാണ് വീണ്ടും തുടങ്ങിയത്. RKI പദ്ധതിയിൽ 87 ലക്ഷം രൂപയാണ് പദ്ധതിക്കായി വകയിരുത്തിയിട്ടുള്ളത്. ചാത്തൻകോൾ മുതൽ ചെമ്മീൻചാൽ വലതുകര വരെ കഴിഞ്ഞ സീസണിൽ ആഴം കൂട്ടാത്ത പ്രദേശങ്ങളിലാണ് 3 യന്ത്രങ്ങൾ എത്തിച്ച് ആഴം കൂട്ടുന്നത്. പതിയാർ കുളങ്ങരയ്ക്ക് സമീപം മുല്ലശ്ശേരി കനാൽ ആഴം കൂട്ടിയത് മൂലം കാര്യമായ വെള്ളക്കെട്ട് ഇത്തവണ ഉണ്ടായില്ല. ആഴം കൂട്ടുന്നതോടെ വെള്ളത്തിന്റെ ഒഴുക്ക് കൂടുതൽ സുഗമമാകുമെന്നാണ് പ്രതീക്ഷ. വേനലിൽ കൃഷിക്കായി ഡാമുകളിൽ നിന്ന് വെള്ളം തുറന്നുവിട്ടാൽ പെട്ടെന്ന് പാടശേഖരങ്ങളിൽ എത്താനും ആഴം കൂട്ടൽ സഹായകരമാകും. KLDCയുടെ നേതൃത്വത്തിലാണ് ആഴം കൂട്ടൽ നടത്തുന്നത്. TCV പാവറട്ടി. പുത്തൂർ ആനക്കുഴിയിൽ നിന്നും തുടങ്ങുന്ന 580 മീറ്റർ നീളമുള്ള റോഡ് പഞ്ചായത്തിന് വിട്ടുകിട്ടാൻ വനംവകുപ്പിന്റെ പരിവേഷ പോർട്ടലിൽ അനുമതി അപേക്ഷ സമർപ്പിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ അംഗം V ഗീത പഞ്ചായത്ത് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി. അപേക്ഷ ലഭിച്ചാൽ 1 മാസത്തിനുള്ളിൽ നടപടി സ്വീകരിക്കണമെന്ന് കമ്മീഷൻ വനംവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയെ അറിയിച്ചു. TD ഡെന്നിയുടെ നേതൃത്വത്തിൽ പ്രദേശവാസികൾ സമർപ്പിച്ച പരാതിയിലാണ് നടപടി. തൃശൂർ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറിൽ നിന്നും കമ്മീഷൻ റിപ്പോർട്ട് വാങ്ങിയിട്ടുണ്ട്. ചത്തനായയ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ച പരിയാരം ഒറ്റക്കൊമ്പനിൽ ആരോഗ്യവകുപ്പ് പ്രതിരോധ നടപടികൾ സ്വീകരിച്ചു. 3 ദിവസം മുൻപാണ് VC ജോസ് എന്നയാളുടെ വീട്ടിലെ നായ ചത്തത്. സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് അധികൃതർ ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ട് നായയുടെ ജഡം പോസ്റ്റ്മോർട്ടത്തിന് അയച്ചിരുന്നു. ഫലം വന്നപ്പോഴാണ് പേവിഷബാധ സ്ഥിരീകരിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ചത്ത നായയുമായി സമ്പർക്കമുണ്ടായിരുന്ന മറ്റ് നായകൾക്ക് പ്രതിരോധ കുത്തിവയ്പ് നൽകി. നായയുമായി സമ്പർക്കമുള്ള ആളുകൾക്ക് പ്രതിരോധ കുത്തിവയ്പ് എടുക്കുന്നതിന് പരിയാരം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ സൗകര്യം ഒരുക്കിയിട്ടുണ്ടെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് മായ ശിവദാസ് അറിയിച്ചു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രതീകാത്മകമായി ആനയെ നടയിരുത്തി. ശീവേലിക്ക് ശേഷം മേൽശാന്തി KM അച്യുതൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങ്. മുംബൈ ചെമ്പൂർ ശങ്കരാചാര്യ ട്രസ്റ്റ് ഭാരവാഹികളാണ് ആനയെ നടയിരുത്തിയത്. ഇതിനായി 10 ലക്ഷം രൂപ ദേവസ്വത്തിൽ അടച്ചു. ദേവസ്വം കൊമ്പൻ ജൂനിയർ വിഷ്ണുവിനെയാണ് ചടങ്ങിന് നിയോഗിച്ചത്. ദേവസ്വം ചെയർമാൻ ഡോക്ടർ BK വിജയൻ, ക്ഷേത്രം ഊരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാർ, ക്ഷേത്രം ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ പ്രമോദ് കളരിക്കൽ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. മറ്റൊരു ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകളിലേക്ക്. കടങ്ങോട് പഞ്ചായത്ത് 12-ാം വാർഡ് 111-ാം നമ്പർ അങ്കണവാടിയുടെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് BJP എയ്യാൽ മേഖലാ കമ്മിറ്റി പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. BJP എരുമപ്പെട്ടി മണ്ഡലം ജനറൽ സെക്രട്ടറി VM സുരേന്ദ്രൻ സമരം ഉദ്ഘാടനം ചെയ്തു. ബൂത്ത് പ്രസിഡന്റ് മിഥുൻ എയ്യാൽ അധ്യക്ഷത വഹിച്ചു. കടങ്ങോട് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ജെനു വെള്ളറക്കാട്, ജനറൽ സെക്രട്ടറി രാജേഷ് എയ്യാൽ, യുവമോർച്ച മണ്ഡലം പ്രസിഡന്റ് അഭിലാഷ് കടങ്ങോട്, ശിവൻ എയ്യാൽ തുടങ്ങിയവർ സംസാരിച്ചു. ദിലീപ് എയ്യാൽ, ശ്യാംലാൽ, ശിവദാസൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. അങ്കണവാടിയിലെ വേസ്റ്റ് കുഴി നിറഞ്ഞ് ദുർഗന്ധം വമിക്കുകയാണ്. കുട്ടികൾക്ക് സാംക്രമിക രോഗങ്ങൾ ബാധിക്കുവാനുള്ള സാഹചര്യമുണ്ടെന്നും BJP നേതാക്കൾ ആരോപിച്ചു. പൈതൃകം ഗുരുവായൂരിന്റെ നേതൃത്വത്തിൽ കഥകളി ആചാര്യൻ സദനം കൃഷ്ണൻകുട്ടിയെ ആദരിച്ചു. ഗുരുപൂർണിമ ദിനത്തിൽ എല്ലാ വർഷവും നടത്തിവരാറുള്ള ഗുരുവന്ദനത്തിന്റെ ഭാഗമായാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. പൈതൃകം കോർഡിനേറ്റർ അഡ്വക്കേറ്റ് രവി ചങ്കത്ത്, ഓട്ടംതുള്ളൽ ആചാര്യൻ മണലൂർ ഗോപിനാഥ്, പൈതൃകം ജനറൽ കൺവീനർ ശ്രീകുമാർ P. നായർ, സെക്രട്ടറി മധു K. നായർ തുടങ്ങിയവർ ചടങ്ങിന് നേതൃത്വം നൽകി.
മിൽമ ചെയർമാനും കർഷക കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റുമായിരുന്ന PA ബാലൻ മാസ്റ്ററുടെ 4ാം ചരമവാർഷികം ആചരിച്ചു. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജർ ഉദ്ഘാടനം ചെയ്തു. ജില്ലയിലെ തെരഞ്ഞെടുത്ത കർഷകരെ UDF ജില്ലാ ചെയർമാൻ TV ചന്ദ്രമോഹൻ ആദരിച്ചു. കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് രവി പൂലുവളപ്പിൽ അധ്യക്ഷത വഹിച്ചു. MP സജീവ്, ഷാജി ചിറ്റിലപ്പള്ളി, CN വത്സലൻ, ശിവരാമകൃഷ്ണൻ, മിനി വിനോദ്, KN ഗോവിന്ദൻകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. ആരോഗ്യമേഖലയിൽ സംസ്ഥാന സർക്കാരിന്റെ അവഗണനയ്ക്കും അനാസ്ഥയ്ക്കുമെതിരെ കൊടുങ്ങല്ലൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണ നടത്തി. വടക്കേനടയിൽ നടന്ന ധർണ KPCC നിർവാഹക സമിതി അംഗം MP വിൻസെന്റ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് ES സാബു അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി TM നാസർ, DCC സെക്രട്ടറി അനിൽ പുളിക്കൻ, യൂത്ത് കോൺഗ്രസ് ദേശീയ കോർഡിനേറ്റർ ഷജിൻ മേത്തർ, സുനിൽ P മേനോൻ തുടങ്ങിയവർ സംസാരിച്ചു. ചികിത്സിക്കാൻ അതിനാവശ്യമായ ഡോക്ടർമാരില്ല. മണലൂർ സഹകരണ ആശുപത്രിയിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പും വികസന ഫണ്ട് സ്വരൂപണ കൂപ്പൺ വിതരണവും സംഘടിപ്പിച്ചു. മുരളി പെരുന്നെല്ലി MLA ഉദ്ഘാടനം ചെയ്തു. സഹകരണ ആശുപത്രി പ്രസിഡന്റ് KV ശ്രീവത്സൻ അധ്യക്ഷത വഹിച്ചു. വാർഡംഗം മിനി അനിൽകുമാർ, ഓണററി മാനേജർ VV സജീന്ദ്രൻ, വികസന കമ്മിറ്റി കൺവീനർ ജിജോ തെക്കത്ത്, ശിശുരോഗ വിദഗ്ധൻ ഡോക്ടർ S മനോജ് കൊല്ലാറ തുടങ്ങിയവർ സംസാരിച്ചു. എല്ലാ മാസത്തിലും നിശ്ചിത ദിവസം ആശുപത്രിയിലെ മുഴുവൻ വിഭാഗത്തിലും ഡോക്ടർമാരുടെ സൗജന്യ സേവനം ഉറപ്പാക്കുന്ന സൗജന്യ ചികിത്സാ പദ്ധതിയും നിലവിൽ വന്നു. പാലിയേറ്റീവ് പദ്ധതിക്ക് വേണ്ടി ആംബുലൻസ് വാങ്ങിക്കുന്നതിന് 10 ലക്ഷം രൂപ അനുവദിച്ചതായി മുരളി പെരുന്നെല്ലി MLA അറിയിച്ചു. ആരോഗ്യമേഖലയുടെ സംസ്ഥാന സർക്കാർ കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ വള്ളത്തോൾ നഗർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ദേശമംഗലം പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് മാർച്ച് നടത്തി. പൊതുയോഗം KPCC സെക്രട്ടറി CC ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PI ഷാനവാസ് അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ TM കൃഷ്ണൻ, PS ലക്ഷ്മണൻ, മായ ഉദയൻ, M മഞ്ജുള തുടങ്ങിയവർ സംസാരിച്ചു. SSF തൃശൂർ ഡിവിഷൻ സാഹിത്യോത്സവ് ശനി ഞായർ ദിവസങ്ങളിൽ വരന്തരപ്പള്ളി പൗണ്ട് സെന്ററിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ശനിയാഴ്ച വൈകിട്ട് 4 മണിക്ക് സാംസ്കാരിക ഘോഷയാത്രയോടുകൂടി സാഹിത്യോത്സവത്തിന് തുടക്കമാകും. സ്വാഗത സംഘം ചെയർമാൻ ഹംസ കല്ലാക്കത്തോടി പതാക ഉയർത്തും. പാലപ്പള്ളി സുന്നി റേഞ്ച് ജംഇയ്യത്തുൽ മുഅല്ലിമീൻ പ്രസിഡന്റ് സയ്യിദ് ജാസിർ അതിനി പ്രാർത്ഥന നിർവഹിക്കും. കവി C രാവുണ്ണി സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ഞായറാഴ്ച വൈകിട്ട് നടക്കുന്ന സമാപന സംഗമം സമസ്ത കേന്ദ്ര മുഷാവറ അംഗം താഴപ്ര മുഹിയുദ്ദീൻ കുട്ടി മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും. 2 ദിവസങ്ങളിലായി നടക്കുന്ന സാഹിത്യോത്സവത്തിൽ 400-ൽ പരം പ്രതിഭകൾ 170 മത്സരങ്ങളിലായി മാറ്റുരയ്ക്കും. വാർത്താ സമ്മേളനത്തിൽ മൻസൂർ അക്തർ, മജീദ് തോട്ടുങ്ങൽ, ജൌഹർ അതിനി, കാമിർ സക്കാഫി, അബ്ദുൽ ബാസിദ് അതിനി, സ്വാതി കോടാലി തുടങ്ങിയവർ പങ്കെടുത്തു. ചെറുവാളൂർ ഹൈദ്രോസ് മുസ്ലിയാരുടെ 6ാം ഉറൂസ് മജ്ലിസുന്നൂർ വാർഷികവും പാലപ്പള്ളി ദാറുത്തഖ്വ ഇസ്ലാമിക് അക്കാദമിയുടെ സിൽവർ ജൂബിലി സമ്മേളനവും 3 ദിവസങ്ങളിലായി ആഘോഷിക്കും. വെള്ളിയാഴ്ച വൈകിട്ട് പതാക ഉയർത്തുന്നതോടെ ചടങ്ങുകൾ ആരംഭിക്കും. തുടർന്ന് നടക്കുന്ന ഉദ്ഘാടന സമ്മേളനവും ബിരുദദാനവും സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നിർവഹിക്കും. ഞായറാഴ്ച നടക്കുന്ന സമാപന സമ്മേളനം സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ സ്വാഗത സംഘം കൺവീനർ അബ്ദുൽ അസീസ് മൗലവി, ദാറത്തോക്ക കൺവീനർ അബ്ദുൽ ഗഫൂർ പാലപ്പള്ളി, വർക്കിംഗ് പ്രസിഡന്റ് കുഞ്ഞു മൊയ്തീൻ ഹാജി, ചീഫ് കോർഡിനേറ്റർ ഇർഷാദ് വാഫി ആനക്കയം, അബ്ദുൽ സമദ് വാഫി തുടങ്ങിയവർ പങ്കെടുത്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ അഴീക്കോട് യൂണിറ്റ് കൺവെൻഷൻ നടന്നു. കൊടുങ്ങല്ലൂർ ബ്ലോക്ക് പ്രസിഡന്റ് TK സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. അഴീക്കോട് യൂണിറ്റ് പ്രസിഡന്റ് VI സിറാജുദ്ദീൻ അധ്യക്ഷനായി. PB അലിക്കുഞ്ഞി, CR പ്രദീപ്, CI റാബ്സെന്റ് തുടങ്ങിയവർ സംസാരിച്ചു. ചാവക്കാട് എടക്കടിയൂരിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് കോൺഗ്രസിൽ ചേർന്നവർക്ക് സ്വീകരണം നൽകി. DCC ജനറൽ സെക്രട്ടറി MB ഹൈദരലി ഉദ്ഘാടനം ചെയ്തു. ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നഫീസക്കുട്ടി വലിയകത്ത് അധ്യക്ഷത വഹിച്ചു. RV മുഹമ്മദ് കുട്ടി, ജിഷാർ, അബ്ദുൾ റഹ്മാൻ കാട്ടിപ്പറമ്പിൽ, വീരാൻകുട്ടി പള്ളിപ്പറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. മുസ്ലിം യൂത്ത് ലീഗ് പുന്നിയൂർ പഞ്ചായത്ത് കൺവെൻഷൻ ജില്ലാ പ്രസിഡന്റ് AM സനൌഫൽ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് നൌഫൽ കുഴിങ്ങര അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ TR ഇബ്രാഹിം, M കുഞ്ഞു മുഹമ്മദ്, AB അലി, അസീസ് മന്ദലാകുന്ന് തുടങ്ങിയവർ സംസാരിച്ചു.
ആരോഗ്യമേഖലയോടുള്ള സംസ്ഥാന സർക്കാരിന്റെ അനാസ്ഥയ്ക്കും അവഗണനയ്ക്കുമെതിരെ അടാട്ട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുണ്ടൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. DCC വൈസ് പ്രസിഡന്റ് ഡോക്ടർ നിജി ജസ്റ്റിൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. അടാട്ട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് വിപിൻ വടേരിയാട്ടിൽ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ സോയ ജോസഫ്, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജിമ്മി ചൂണ്ടൽ, പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലീല രാമകൃഷ്ണൻ തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി. അങ്കണവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ ചാവക്കാട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അവകാശ ദിനം ആചരിച്ചു. ചാവക്കാട് മിനി സിവിൽ സ്റ്റേഷന് മുൻപിൽ നടന്ന ധർണയും CITU ചാവക്കാട് ഏരിയ പ്രസിഡന്റ് KM അലി ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ ഏരിയ പ്രസിഡന്റ് പ്രിയ മനോഹരൻ അധ്യക്ഷത വഹിച്ചു. യൂണിയൻ ഏരിയ സെക്രട്ടറി BH റാഷി, രമണി സുരേന്ദ്രൻ, MS ഉഷ, VV ഗീതാദേവി തുടങ്ങിയവർ സംസാരിച്ചു. കുഴൂർ പഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ സംയോജിത കൃഷി ക്ലസ്റ്റർ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ കൊടിയൻ നിർവഹിച്ചു. ക്ഷേമകാര്യ സ്ഥിരസമിതി അധ്യക്ഷ ബിജി വിൽസൺ അധ്യക്ഷയായി. CDS ചെയർപേഴ്സൺ ബിജി സാജു, പഞ്ചായത്ത് അംഗങ്ങളായ PS സന്തോഷ് കുമാർ, സണ്ണി കൂട്ടാല, സേതുമോൻ ചിറ്റേത്ത് തുടങ്ങിയവർ സംസാരിച്ചു. വരന്തരപ്പള്ളിയിൽ അച്ഛനെ ആക്രമിച്ച കേസിൽ മകൻ അറസ്റ്റിൽ. വരന്തരപ്പള്ളി അമ്മുക്കുളം സ്വദേശി കറമ്പൻ വീട്ടിൽ ബിജുവിനെയാണ് വരന്തരപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രതിയുടെ പിതാവ് അന്തോണി വീട്ടിൽ നിന്നും പോകാത്തതിന്റെ ദേഷ്യത്തിൽ ആക്രമിച്ചുവെന്നാണ് കേസ്. കഴിഞ്ഞ മാസം 13-ാം തീയതിയായിരുന്നു സംഭവം. 2005-ൽ വരന്തരപ്പള്ളിയിൽ വീട് കയറി ആക്രമിച്ച കേസിലെ പ്രതിയാണ് ബിജു. വരന്തരപ്പള്ളി SHO KN മനോജ്, SI അലി, സീനിയർ CPO സജീവ് എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ. ചേലക്കരയിൽ ഇരുനില കെട്ടിടം തകർന്നു വീണു. ഹോട്ടലുകളും കടകളും പ്രവർത്തിച്ചിരുന്ന കെട്ടിടമാണ് തകർന്നു വീണത്. കാട്ടൂർ മിനി ഇൻഡസ്ട്രിയലിലെ മാലിന്യ പ്രശ്നം മന്ത്രി ബിന്ദുവിന്റെ നിർദ്ദേശത്തെ തുടർന്ന് ഉദ്യോഗസ്ഥ സംഘം സ്ഥലം സന്ദർശിച്ചു. കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ 4 പോലീസുകാർക്കെതിരെ കേസെടുത്ത് കുന്നംകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി. യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് VS സുജിത്തിനെ അകാരണമായി മർദ്ദിച്ചുവെന്ന പരാതിയിലാണ് കേസെടുത്തത്. കുടുംബശ്രീയും കേരള വിഷനും സംയുക്തമായി നൽകുന്ന കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ് അവാർഡ് വിതരണ ചടങ്ങ് ശനിയാഴ്ച തൃശൂരിൽ നടക്കും. കുടുംബശ്രീ യൂണിറ്റുകളിൽ നിന്ന് തെരഞ്ഞെടുത്ത മികച്ച 10 മൈക്രോ യൂണിറ്റ് സംരംഭങ്ങൾക്കാണ് പുരസ്കാരം. CPI ജില്ലാ സമ്മേളനത്തിന് ഇരിങ്ങാലക്കുടയിൽ തുടക്കമായി. പൊതുസമ്മേളനം മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂരിൽ ഹോട്ടൽ ആക്രമിച്ച കേസിൽ 5 പേരെ ടെമ്പിൾ പോലീസ് അറസ്റ്റ് ചെയ്തു. ഹോട്ടൽ അടിച്ചു തകർത്ത സംഭവത്തിൽ പ്രതിഷേധമേറുന്നു. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.